ഉള്ളത്. ഈ ഒരു തലമുറ എന്ന് പറയുന്നത് നമുക്കറിയാം, ആൽഫ, ജൻ ആൽഫ, അതുപോലെ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളുടെ ഭാവി നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കണം. മാതാപിതാക്കളുടെ കൈകളിൽ, മതാധ്യാപകരുടെ കയ്യിൽ, അതുപോലെ തന്നെ വൈദികരുടെ, സന്യസ്തരുടെ ഒക്കെ കൈകളിൽ സുരക്ഷിതമായിരിക്കണം. കാലം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഈ കുഞ്ഞുങ്ങൾ പഠിച്ച് ഇവിടെ നിന്ന് 12ാം ക്ലാസ് പഠിച്ച് ഇറങ്ങിക്കഴിയുമ്പോൾ അവർ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്കൊരു കുറവും കൂടാതെ അവരുടെ ജീവിതം ഭദ്രമാക്കപ്പെടുന്നതിന്, വിശ്വാസമുള്ള ദൈവഭയമുള്ളൊരു കുഞ്ഞായിട്ട് മാറുന്നതിന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധയുള്ളവർ ആയിരിക്കണം. അതിനാൽ ഇത് ഇവരുടെ ദിവസമാണ്. നമ്മൾ കൂടുതൽ സഭ ഒരുപാട് പ്രാധാന്യം സൺഡേ സ്കൂളിന് കൊടുക്കുന്നുണ്ട്. അവരുടെ എല്ലാ ചിലവുകളും കാര്യങ്ങൾക്കെല്ലാം സഭ ഒരുപാട് പ്രാധാന്യം കൊടുക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളാണ് നാളത്തെ നമ്മുടെ തലമുറയും വിശ്വാസ സമൂഹവും. അവിടെ നല്ല കുഞ്ഞുങ്ങളായിട്ട് ഇവർ വളർന്നു വരട്ടെ. ഇവർക്കെല്ലാ ആശംസകളും ഈ ദിവസത്തിന് നേരുന്നു. ഇവരുടെ മത അധ്യാപകർ പ്രതിഫലം കൂടാതെ അവർ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. മാതാപിതാക്കൾ ഒരു ദിവസം പോലും മുടങ്ങാതെ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ ഈ സൺഡേ സ്കൂൾ പരിശീലനത്തിന്, വിശ്വാസ പരിശീലനത്തിന് വിടണം. പഠിപ്പിച്ചത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് വീടുകളിൽ ചെന്ന് അത് ചോദിക്കുകയും പഠിപ്പിക്കുകയും. കാര്യം നമുക്കറിയാം, വളരെ കൃത്യമായിട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി അവരുടെ ജീവിതത്തിന് വേണ്ടി പഠിക്കുന്നതാണ് ഇതെന്നുള്ള വലിയ ബോധ്യത്തിൽ അവനെ പഠിപ്പിക്കുവാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. എല്ലാ ആശംസകളും ഈ സൺഡേ സ്കൂൾ ദിനത്തിന് നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ അവരുടെ ബദനി ഫീസ്റ്റ് ആഘോഷിക്കുക. നമുക്കറിയാം, ബദാനിയയിലെ മർത്ത, മറിയം, ലാസർ അവരുടെ ബദനി വിശുദ്ധരെന്നാണ് ഇവർ അറിയപ്പെടുന്നത്. കർത്താവ് പല സമയത്ത് ആ ഭവനത്തിൽ കടന്നു ചെല്ലുമായിരുന്നു. കർത്താവിനെ സ്വീകരിക്കുകയും കർത്താവിന് വേണ്ട ഭക്ഷണം കൊടുക്കുകയും കർത്താവിൻ്റെ വചനം കേട്ടവർ ഇരിക്കുകയും ചെയ്യുമായിരുന്നു. ലാസറിനെ ഉയർപ്പിച്ചതൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ലാസർ മരിച്ച സമയത്ത് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് വേദനിച്ചു, വ്യസനിച്ചു, കർത്താവ് കരഞ്ഞു എന്നാണ് പറയുന്നത്. കാര്യം അത്രമേൽ ഒരു ഗാഢമായ ബന്ധം ആ കുടുംബവുമായിട്ട് ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ സിസ്റ്റർ പറഞ്ഞത്, നമ്മുടെ എച്ചമ്മ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഇടവകയുടെ തുടക്കം മുതൽ ഈ അവസരം വരെ നമുക്ക് ബദനി സിസ്റ്റേഴ്സിൻ്റെ ഒരു വലിയ സാന്നിധ്യവും അവരുടെ ആ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഇടവകയ്ക്ക് ലഭിച്ച അനുഗ്രഹവും വളരെ വലുതാണ്. കഴിഞ്ഞ മാസം ഒരു 2-3 ആഴ്ച നമുക്ക് സിസ്റ്റേഴ്സ് ഇല്ലാതെ വന്നപ്പോഴുണ്ടായ ബുദ്ധിമുട്ട് നമുക്ക് അറിയാവുന്നതാണ്. സൺഡേ സ്കൂളിൻ്റെ കാര്യത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് തന്നെയും നമുക്ക് ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ സാന്നിധ്യം വളരെ അനുഗ്രഹമാണ്. നമുക്കറിയാം, സിസ്റ്ററിന് ഒരുപാട് അനാരോഗ്യങ്ങളുണ്ട്, പ്രായമുണ്ട്. നമ്മുടെ ബഹനാനച്ഛൻ്റെ മൂത്ത പെങ്ങളാണ്. സിസ്റ്റർ എന്നിരുന്നാൽ പോലും നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി രാവിലെ കൃത്യമായിട്ട് കടന്നു വരുന്നു. സൺഡേ സ്കൂളിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ എന്നോട് പങ്കുവെക്കുമ്പോൾ ആ സിസ്റ്ററിൻ്റെ ആ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതുമാത്രം തീക്ഷ്ണതയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ നമ്മളോട് ഉള്ളത് എന്ന് സിസ്റ്ററിനോട് ചേർന്ന് നിന്ന് നമുക്കും പ്രവർത്തിക്കാം. സിസ്റ്ററിന് ഈ ഫീസ്റ്റിൻ്റെ എല്ലാ മംഗളങ്ങളും വികാരി എന്ന നിലയിൽ ഈ സമൂഹത്തിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് നേരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് നമ്മൾ ഇടവക വിശുദ്ധനായ, ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇടവകയിൽ ഒരു വൈദികനെ കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് വൈദികനെ ചെറുപ്പക്കാരനാണോ, അല്ലെ വൈദികൻ പാട്ടുകാരനാണോ, അച്ഛന് പ്രസംഗിക്കുമോ, അല്ലെങ്കിൽ യൂത്തിനുമായിട്ട് ചേർന്ന് നിൽക്കുമോ, മുതിർന്നവരോട് ചേർന്ന് നിൽക്കുമോ. നമ്മൾ എല്ലാവർക്കും യങ് ആയിട്ടുള്ളൊരു പ്രീസ്റ്റിനെ മതി, അല്ലേ? അല്ലെങ്കിൽ പ്രായമായ അച്ഛനാണോ എന്ന് വരുന്നതെന്ന് പറയുമ്പോഴത്തേനും അയ്യോ പ്രായമായ അച്ഛനാണോ, അങ്ങനെയൊക്കെയുള്ള ചില ചിന്താഗതികൾ ചിലർക്കുണ്ട്. അത് ഞാൻ പറയുന്നത്, നമുക്ക് ദൈവവിളികൾ വളരെ കുറവാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മനസ്സിൽ 60 പേര് ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 ബാച്ചും കൂടെ ചേർന്ന് ഏകദേശം 7-8 പേരേ ഉള്ളൂ. അപ്പോൾ എന്തുമാത്രം ദൈവവിളിയിൽ മാറ്റങ്ങളുണ്ടായി എന്നുള്ളത്. സിസ്റ്റേഴ്സിൻ്റെയൊക്കെ മഠത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അല്ലേ പ്രൊഫഷനേ ഇല്ല. സിസ്റ്റേഴ്സ് ആകാനായിട്ട് ആരും കടന്നു വരുന്നില്ല. കാര്യം ലോകം വേറൊരു ഇതിലേക്ക് മാറിക്കഴിഞ്ഞു, ടെക്നോളജിയുടെയും വേറൊരു ഇതിലേക്കും. അപ്പോൾ പിൽക്കാലത്ത് നമ്മുടെ സമൂഹത്തെ നയിക്കുവാനായിട്ട് നല്ല വൈദികർ, നല്ല സന്യസ്തരൊക്കെ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവരിലൊക്കെയും നമുക്ക് നല്ല വൈദികരെയും നല്ല സന്യസ്തര സിസ്റ്റേഴ്സിനെയും ഒക്കെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.